രാഹുൽ ഗാന്ധി ചോദിക്കുന്നു, വ്യാപാര കരാറിൽ അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് വാ തുറക്കുന്നു, എന്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വാ തുറക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ പ്രതിരോധ മന്ത്രി വാ തുറക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനോ അല്ലെങ്കിൽ ഇതിലൊരു വ്യക്തത വരുത്താനോ ഇവിടെയുള്ള പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല? ഡൊണാൾഡ് ട്രംപ് ആണോ നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ആണോ നമ്മുടെ അഗ്രികൾച്ചറൽ മിനിസ്റ്റർ? ഡൊണാൾഡ് ട്രംപ് പല കാര്യങ്ങൾ പറയുന്നു എന്ന് രാഹുൽ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഡൊണാൾഡ് ട്രംപിന്റെ ആളാണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഡെഡ് എക്കണോമിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ ചേർന്ന് നിന്ന് ഇന്ത്യ ഡെഡ് എക്കണോമി ആണെന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ രാജ്യദ്രോഹിയാണ് മരമണ്ടനായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ രാജ്യത്തിനെ നശിപ്പിക്കാനുണ്ടായിട്ടുള്ള ഈ വിഷവിത്ത് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണം വലിയ രീതിയിൽ വാർത്തയാക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ഈ ആരോപണങ്ങൾക്കെല്ലാം ശക്തവും വ്യക്തവുമായിട്ടുള്ള വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? അതായത് ലോകത്തിലെ 38 രാജ്യങ്ങളുമായി നമ്മളുടെ സ്വന്തം നിബന്ധനയിൽ നമ്മൾ വ്യാപാര കരാറിൽ ഏർപ്പെട്ടു എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അതായത് അവർ പറയുന്ന ഡീലല്ല, നമ്മളാണ് അവിടെ ഡീല് പറഞ്ഞത്. ആ ഡീലിൽ അനുസൃതമായിട്ടാണ് നമ്മൾ 38 രാജ്യങ്ങളുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. UK പാർലമെന്റിലാണെങ്കിൽ ഇപ്പൊ തന്നെ അടി തുടങ്ങിയിരിക്കുന്നു. അതായത് UK-യും ഇന്ത്യയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ കരാർ കൊണ്ട് ഇന്ത്യക്ക് അത് ലോട്ടറിയായി മാറിയിരിക്കുകയാണ്. ബ്രിട്ടൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കെയർ സ്റ്റാർമറിനെ ഇപ്പോൾ UK പാർലമെന്റിലെ മറ്റ് അംഗങ്ങൾ, അത് രാഷ്ട്രീയ ഭേദമന്യാണ്, ഇപ്പോൾ സ്വന്തം പാർട്ടിക്കാരനുമുണ്ട്, എല്ലാം കൂടെ ഏറിൽ നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ ഇന്ത്യയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന സംഭവമാണ്. എന്തായാലും യൂറോപ്യൻ യൂണിയനുമായും US-ഉമായുമുള്ള വ്യാപാര കരാറുകളുടെയും വാർഷിക ബജറ്റിന്റെയും പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സ്ഥിരത ആഗോള നിക്ഷേപകരുടെ ഇന്ത്യയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. രാജ്യത്തെ ശക്തമായ ഉൽപാദന മേഖല, സേവന മേഖല, MSME മേഖല എന്നിവ ലോകത്തിലെ 38 രാജ്യങ്ങളുമായി സ്വന്തം നിബന്ധനകളിൽ വ്യാപാരം നടത്താൻ ഇന്ത്യയെ പ്രാപ്തമാക്കിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തുണിത്തരങ്ങൾ, തുകൽ, രാസവസ്തുക്കൾ, കരകൗശല വസ്തുക്കൾ, ആഭരണങ്ങൾ, മറ്റു മേഖലകൾ എന്നിവയിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് വിപണി പ്രവേശനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ FTA നമ്മൾ ഒപ്പുവച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ബജറ്റ് വെറും ഒരു സാധാരണ അക്കൗണ്ടിംഗ് രേഖയില്ലെന്നും രാജ്യത്തിന്റെ ദീർഘകാല വികസനത്തിനായിട്ടുള്ള ഒരു രൂപരേഖയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമീപ വർഷങ്ങളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയുടെ എല്ലാ പഴയ റെക്കോർഡുകളും തകർത്തുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തിലെ മൂലധന ചെലവ് 12.2 ലക്ഷം കോടി രൂപയാണെന്നും ഇത് 2013 അപേക്ഷിച്ച് ഏകദേശം 5 ഇരട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ബജറ്റിൽ പ്രതിരോധ ബജറ്റ് 7.85 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് ഏകദേശം 15% വർധനവ് കാണിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെക്കുറിച്ചും അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളെക്കുറിച്ചും അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടുള്ള അവിശ്വാസം മൂലമാണോ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിച്ചത്? പാകിസ്ഥാനുമായുള്ള യുദ്ധസാധ്യത എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് പ്രധാനമന്ത്രിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു. രാജ്യത്തിന്റെ പ്രതിരോധ സേനകളെ ശക്തിപ്പെടുത്തുന്നതും അവരെ പിന്തുണയ്ക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുന്നതും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പോരാത്തതിന് ഏത് നിമിഷം, അതായത് ഈ നിമിഷം ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാലും ആ ആക്രമണത്തെ നേരിടാൻ ഇന്ത്യൻ സേന സജ്ജമാണ് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകി. ന്യൂസ് ഡെസ്ക്.